ഹായ് ഹലോ, ഞാൻ ഡോക്ടർ ടിഷ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് ആളുകളിൽ ഇന്ന് കണ്ടുവരുന്ന വെരിക്കോസ് വെയിനെ പറ്റിയിട്ടാണ്. വെരിക്കോസ് വെയിൻ്റെ ട്രീറ്റ്മെൻറ്റ് അറിഞ്ഞിരിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ലക്ഷണങ്ങളും കാരണങ്ങളും ടെസ്റ്റുകളും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. സോ ആ കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കുക, ഓക്സിജൻ അടങ്ങിയിട്ടുള്ള ശുദ്ധരക്തം രക്തക്കുഴലുകളിലൂടെയാണ് ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിട്ടുള്ള അശുദ്ധ രക്തം തിരികെ എത്തുന്നതും രക്തക്കുഴലുകളിലൂടെയാണ്. ഈ തിരികെ ഹൃദയത്തിലെത്തുന്ന രക്തം സഞ്ചരിക്കുന്ന രക്തക്കുഴലുകളെയാണ് നമ്മൾ സിരകൾ അഥവാ വെയിൻസ് എന്ന് പറയുന്നത്. ശിരസിൽ നിന്ന് രക്തം ഹൃദയത്തിലേക്ക് വരാനായിട്ട് പ്രത്യേകിച്ച് ഒരു മെക്കാനിസം ഒന്നും വേണ്ട. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഭൂഗുരുത്വം കൊണ്ട് നമുക്ക് സാധിക്കും. എന്നാൽ കാലുകളിൽ നിന്നാണെങ്കിലോ അത് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സോ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മെക്കാനിസം വേണം. ആ ഒരു മെക്കാനിസത്തെയാണ് നമ്മൾ മസിൽ പമ്പിംഗ് ആക്ഷൻ എന്ന് പറയുന്നത്. വീനസ് മസ്കുലാർ പമ്പ് എന്നോ കാഫ് മസിൽസിൻ്റെ ആക്ഷൻ എന്നോ സെക്കൻഡ് ഹാർട്ട് എന്നോ നമുക്കിതിനെ വിളിക്കാം. സോ ഇതുപോലെ നമ്മൾ കാലിൽ നിന്ന് മേലേക്ക് പോകുന്ന രക്തം താഴേക്ക് വീഴാതിരിക്കാനായിട്ടാണ് നമ്മളൊരു അടപ്പ് പോലത്തെ ഒരു സംഭവം അവിടെ ഉള്ളത്. അതിനെയാണ് നമ്മൾ വാൽവുകൾ എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു നോർമൽ ഫങ്ഷൻ എന്ന് പറയുന്നത്. സോ കാലുകളിൽ നിന്നിട്ടുള്ള രക്തം മുകളിലേക്ക് പോകുന്നു. ആ ഒരു മസിൽസിൻ്റെ ആക്ഷനോട് കൂടി അത് താഴേക്ക് വരാതിരിക്കാനായിട്ട് അവിടെ ഒരു വാൽവ് ഉണ്ട്. ഈ വാൽവുകളുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും തകരാറ് സംഭവിക്കുക, താഴെയുള്ള രക്തം, കാലിലുള്ള രക്തം മേലേക്ക് സഞ്ചരിക്കാതിരിക്കുമ്പോഴാണ് അവിടെ എന്താ സംഭവിക്കുന്നത്? രക്തം കെട്ടിക്കിടക്കാൻ ഇടയാവുകയും രക്തക്കുഴലുകൾ വീർത്ത് വരികയും നമ്മൾ വെരിക്കോസ് വെയിൻ എന്ന് വിളിക്കുകയും ചെയ്യുന്നത്. ഇതിൻ്റെ കാരണങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊളസ്ട്രോൾ, BP, ഹൈപ്പർ ടെൻഷൻ, തൈറോയ്ഡ് ഇവയൊക്കെ പറയുന്നത് പോലെ ആഹാരത്തിന് ഇതിനൊരു പങ്കുമില്ല. പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഏജ്ഡ് ആകുമ്പോഴത്തേക്കുമാണ് ഇത് കണ്ടുവരുന്നത്. പക്ഷെ എന്നിരുന്നാലും ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുക, ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ രക്തക്കുഴലിന് കേടുപാടുകൾ സംഭവിക്കാൻ ഇടയുണ്ട്. സോ അത്തരക്കാരിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. ഒരുപാട് നേരം നിന്നും ഇരുന്നും ജോലി ചെയ്യുമ്പോൾ ആ രക്തക്കുഴലുകളിലേക്ക് ഒരു പ്രഷർ ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം. മറ്റൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമിതവണ്ണമുള്ളവരിൽ ഇത് കണ്ടുവരാറുണ്ട്. അമിതവണ്ണമുള്ളവരിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ വെയിറ്റ് മൊത്തം താങ്ങുന്നത് ആരാ? 2 കാലുകളാണ്. അപ്പോൾ 2 കാലുകളിൽ ഇതുപോലെ പ്രഷർ വരുമ്പോഴത്തേക്കും അവിടുത്തെ പ്രഷർ കാരണം രക്തക്കുഴലുകൾ ഇതുപോലെ വീർത്ത് വരാൻ ചാൻസ് ഉണ്ട്. മറ്റൊന്ന് ഗർഭകാലങ്ങളിൽ ഇത് കണ്ടുവരുന്നുണ്ട്. അത് നമ്മൾ പ്രസവിച്ച് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ നോർമലായിട്ട് മാറാറാണ് പതിവ്. സോ ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇന്ന് കണ്ടുവരുന്നത്. മെയിനായിട്ട് ഇരുന്നും നിന്നും ഒരുപാട് നേരം ജോലി ചെയ്യുന്നവർക്കും ഏജ്ഡ് ആകുന്നവർക്കും സൂപ്പർഫിഷ്യൽ ആയിട്ട് കാണുന്ന വെയിൻസിന് പുറമേ ആയിട്ട് തന്നെ ഡീപ്പ് വെയിനിലും ഇത് അഫക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം. അത് ഇച്ചിരി കൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അത് ഉള്ളിലേക്കുള്ള വെയിൻസിനെ സാരമായിട്ട് ബാധിക്കും. മറ്റൊന്ന് സെക്കൻഡറി വെയിൻസ് ആണ്. സെക്കൻഡറി വെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും സെക്കൻഡറി വെരിക്കോസ് വെയിൻ ആയിട്ട് വരുമ്പോൾ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ഇതുപോലെ നിങ്ങൾക്ക് വെയിൻസ് ഇങ്ങനെ തടിച്ചു പൊന്തി കിടക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അത് നിങ്ങൾ ആ കാരണം കറക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇത് നോർമലായിട്ട് കറക്റ്റ് ആവും. നെക്സ്റ്റ് ഇതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് നോക്കാം. സ്പൈഡർ വെയിൻ അഥവാ ത്രെഡ് വെയിൻസ് ആണ് മെയിനായിട്ട് ഇതിൽ കണ്ടുവരുന്നത്. ഇത് ചെറിയ ചെറിയ വെയിൻസ് ഇതുപോലെ അവിടെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. സൂപ്പർഫിഷ്യൽ ആയിട്ട് അത് നീല കളറിലോ ചുവപ്പ് കളറിലോ നമുക്ക് അത് കാണപ്പെടും. മറ്റൊന്നെന്ന് പറയുന്നത് നോർമലായിട്ട് വേദന ആദ്യത്തെ സമയത്തൊക്കെ കുറവായിരിക്കും. എങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു തരിപ്പും കഴപ്പുമാണ് പ്രധാനമായിട്ടും കണ്ടുവരുന്നത്. തരിപ്പും കഴപ്പും വന്നതിന് ശേഷം കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അത് ഗ്രാജ്വലി വേദന ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കുറേ നേരം നിന്ന് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും, വെരിക്കോസ് വെയിൻ്റെ പ്രശ്നമുള്ളവർക്ക് കുറേ നേരം നിന്ന് കഴിയുമ്പോഴത്തേക്കും ആ വെയിന് തടിച്ച് കിടക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ കാലുകൾക്കൊരു കഴപ്പുണ്ടാവും. നമുക്ക് ഇരിക്കാൻ തോന്നുന്ന ആ ഒരു ഫീലായിരിക്കും. വേദനയെക്കാട്ടും കൂടുതലും കണ്ടുവരുന്നത് തരിപ്പും കഴപ്പുമാണ് ഈ ഒരു കണ്ടീഷനിൽ. ആദ്യത്തെ സ്റ്റേജുകളിൽ വെരിക്കോസ് വെയിന് പല സ്റ്റേജുകളുണ്ട്. അതിൽ ആദ്യത്തെ സ്റ്റേജിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങളാണ് ഈ പറയുന്നത്. അങ്ങനെ ഗ്രാജ്വലി നമ്മൾ വെരിക്കോസ് വെയിന് കണ്ടുവരുമ്പോഴത്തേക്കും ചികിത്സിക്കാതെ കൊണ്ട് നടക്കുമ്പോഴത്തേക്കും ആ ഭാഗത്തൊരു ചൊറിച്ചിൽ അനുഭവപ്പെടും. ചൊറിച്ചിലിന് പുറമേ ആയിട്ട് ആ ഒരു നിറവ്യത്യാസം, ആ ഒരു ചർമ്മത്തിൽ, ആ ഒരു സ്കിന്നിൽ ഒരു നിറവ്യത്യാസം, ഡിസ്കളറേഷനും കണ്ടുവരും. അതാണ് സ്റ്റേജ് കൂടുന്തോറും വരുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് നമ്മൾ പറഞ്ഞു. സെക്കൻഡ്, തേർഡ് സ്റ്റേജിലൊക്കെ ചൊറിച്ചിലും ആ ഒരു ഡിസ്കളറേഷനും നിങ്ങൾ കണ്ടുവരും. സ്റ്റേജ് 4, 5, 6 നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് ചൊറിച്ചിൽ വരുമ്പോൾ നമ്മൾ ചൊറിഞ്ഞ് പൊട്ടുമ്പോഴത്തേക്കും
അവിടെ മുറിവാവുകയും അത് പിന്നീട് അൾസർ ആയിട്ട് മാറുകയും ചെയ്യും. അതാണ് വെരിക്കോസ് വെയിൻ്റെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ചെറിയ രീതിയിൽ തന്നെ അതിനെ ശ്രദ്ധിക്കാതെ വിട്ട് കളയുമ്പോഴത്തേക്കും അതിങ്ങനെ ഇരുന്ന് കൂടി 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 അൾസർ ഫോമിലേക്ക് മാറും. സോ അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. അത് കോംപ്ലിക്കേഷൻ കൂടുതലാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഏർലി സ്റ്റേജിൽ ട്രീറ്റ്മെൻറ്റും അതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണം എന്ന് പറയുന്നത് വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓരോ സ്റ്റേജിലും ഡിഫറെൻ്റ് ആണ്. സ്റ്റേജ് കൂടുന്തോറും നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആ ഒരു രീതിയും മാറും. പൂർണ്ണമായിട്ടും നമുക്ക് വെരിക്കോസ് വെയിന് പെട്ടെന്ന് മാറ്റാനായിട്ട് പറ്റില്ല. കുറച്ച് നാളുകൾ കണ്ടിന്യൂസ് ട്രീറ്റ്മെൻറ്റ് എടുത്ത് നമുക്കതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനേ സാധിക്കുള്ളൂ. കാര്യം നമ്മൾ വീണ്ടും ആ ജോലിയിലേക്ക് ഏർപ്പെടുമ്പോഴത്തേക്കും അത് പിന്നീടും വരാൻ ചാൻസ് ഉണ്ട്. സോ നല്ല ശ്രദ്ധയോടു കൂടിയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജുകളിൽ അതിനെ ചികിത്സിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ അത് വരാണ്ട് പിന്നീടും റെക്കർ ചെയ്യാണ്ട് ഇരിക്കാനായിട്ട് സാധിക്കും. മോഡേണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ലേസർ ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ കരിച്ചു കളയുന്ന ടെക്നിക്കൊക്കെ ഉണ്ട്. ആ ഒരു വെയിനെ അവർ കോൺസെൻട്രേറ്റ് ചെയ്ത് കരിച്ചു കളയും. നമ്മൾ ആയുർവേദത്തിലാണെന്നുണ്ടെങ്കിൽ ജലൂകാവചരണമാണ് പ്രധാനമായിട്ടും, അതുപോലെ സിരാവിധം ഒക്കെ. അതൊക്കെ വളരെ ശ്രദ്ധിച്ച് ഒരു പേഷ്യൻറ്റിനെ അനലൈസ് ചെയ്തതിന് മാത്രമാണ് ശല്യം ഡോക്ടേഴ്സ് അത് ചെയ്യുന്നത്. മറ്റൊന്ന് നിങ്ങൾക്ക് എക്സസൈസുകൾ ഉണ്ട്, അത് നമ്മൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതുപോലെ തന്നെ ജലൂകാവചരണം അട്ടയിടലിനെ പറ്റിയിട്ടും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു തരും. പക്ഷേ എല്ലാം ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഹെൽത്ത് നോക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് എന്തൊക്കെ എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാം, ആഹാരത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ളതും നമുക്ക് നോക്കാം. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ആയുർവേദത്തിൽ എന്തൊക്കെ മെത്തേഡിലൂടെ നിങ്ങൾക്ക് വെരിക്കോസ് വെയിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ള കാര്യങ്ങളും നമുക്ക് നോക്കാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്